Hi, welcome to Takshila. Today we are discussing about problems on train. Okay. ട്രെയിനിന്റെ പ്രോബ്ലംസിൽ നമുക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അത് പറഞ്ഞതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് വൺ, ഒരു ട്രെയിൻ ഒരു പോളിനെ പാസ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, വെൻ എ ട്രെയിൻ പാസസ് എ പോൾ, then the total distance is length of the train. Okay, and total speed is just speed of this train, and total time to cover the pole by the train. Okay, yes, അപ്പോൾ ഒരു പോളിനെ ഒരു ട്രെയിൻ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ ട്രെയിനിന്റെ ലെങ്ത് തന്നെയാണ് നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്പീഡ് എന്ന് പറയുന്നത് ട്രെയിനിന്റെ സ്പീഡ് തന്നെയാണ് അവിടെ നമ്മൾ സ്പീഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് ഈ ഒരു ട്രെയിൻ ട്രെയിനിന്റെ ഫസ്റ്റ് എൻഡ് പോളിൽ എത്തിയിട്ട് ലാസ്റ്റ് എൻഡ് കടന്നു പോകുന്നത് വരെയുള്ള ടൈമാണ് അതിന്റെ ടോട്ടൽ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ധാരണ ഉണ്ടായിരിക്കാം. ആൻഡ് നെക്സ്റ്റ് വൺ, വെൻ എ ട്രെയിൻ പാസസ് എ പ്ലാറ്റ്ഫോം, ഒരു പ്ലാറ്റ്ഫോമിനെയാണ് ഒരു ട്രെയിൻ കവർ ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി പ്ലാറ്റ്ഫോം ആൻഡ് ലെങ്ത് ഓഫ് ദി ട്രെയിൻ ആയിരിക്കും. ദി സം ഓഫ് ലെങ്ത് ഓഫ് പ്ലാറ്റ്ഫോം ആൻഡ് ട്രെയിൻ, ഇതാണ് ടോട്ടൽ ഡിസ്റ്റൻസ്. കൺഫ്യൂഷൻ ആവാൻ പാടില്ല. പോൾ എന്ന കേസിൽ വരുമ്പോൾ അവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് ലെങ്ത് ഓഫ് ദി ട്രെയിൻ മാത്രമാണ്. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമിന്റെ കേസിൽ ലെങ്ത് ഓഫ് ദി പ്ലാറ്റ്ഫോം പ്ലസ് ലെങ്ത് ഓഫ് ദി ട്രെയിൻ ആണ്. ചില ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഉണ്ടാവാം, എ മാൻ ഇൻ ദി പ്ലാറ്റ്ഫോം എന്നുണ്ടാവും. അവിടെ പ്ലാറ്റ്ഫോം എന്നുള്ള വേർഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ മാൻ എന്നുള്ളതാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ അത് പോളിന് ഈക്വൽ ആയിട്ടാണ് വരിക. അവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി ട്രെയിൻ ആണ്. കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അവിടെ ചോദിക്കുന്ന സെന്റൻസിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഉണ്ടാവും, എ മാൻ ഓൺ ദി പ്ലാറ്റ്ഫോം എന്നുണ്ടാവും. പക്ഷെ കൺഫ്യൂഷൻ ആവാൻ പാടില്ല. യെസ്, ആ ഒരു കേസിലും സ്പീഡ് എന്ന് പറയുന്നത് വെൻ എ ട്രെയിൻ പാസസ് എ പ്ലാറ്റ്ഫോം, ആ ഒരു കേസിലും സ്പീഡ് എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ദി ട്രെയിൻ ആണ്. ടൈം എന്ന് പറയുന്നതും ആ പ്ലാറ്റ്ഫോമിന്റെ ഒരെൻഡിൽ ട്രെയിൻ എത്തിയതിനു ശേഷം അതിന്റെ ലാസ്റ്റ് എൻഡിൽ നിന്ന് ട്രെയിൻ കടന്നു പോകുന്ന ആ ഒരു സമയം, അല്ലെങ്കിൽ ഈ എൻഡിൽ നിന്ന് ട്രെയിൻ എത്തിയതിനു ശേഷം അത് കടന്നു പോകുന്ന ഒരു സമയം, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ടോട്ടൽ ടൈം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് സ്പീഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഡിസ്റ്റൻസും ടൈമും, അല്ലെ? അതിന് വെച്ചിട്ട് ഒരു ഇക്വേഷൻ നമുക്കുണ്ട്. എന്തായിരിക്കും? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം, അല്ലെങ്കിൽ ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. മൂന്ന് ഇക്വേഷൻ ഉണ്ട്, അല്ലെ? അപ്പൊ ട്രെയിനിന്റെ കേസിൽ ഇത് തന്നെയാണ്. പക്ഷെ വ്യത്യാസം ഏത് മാത്രമേ ഉള്ളൂ? എന്താണ് ഡിസ്റ്റൻസ് എന്നുള്ളൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സ്പീഡ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. യെസ്, മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, രണ്ട് ട്രെയിൻ പാസ് ചെയ്യുന്നു. രണ്ട് ട്രെയിൻ പാരലൽ ആയിട്ട് പാസ് ചെയ്യുന്നു, സെയിം ഡയറക്ഷനിൽ. ഒരേ ഡയറക്ഷനിൽ രണ്ട് ട്രെയിൻ പാരലൽ ആയിട്ട് പാസ് ചെയ്യുന്നു. ഒന്നിന് സ്പീഡ് കൂടുതലായിരിക്കും, ഒന്നിന് സ്പീഡ് കുറവായിരിക്കും. സോ ആ ഒരു കേസിലും ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ടു ട്രെയിൻസ് ആണ്. രണ്ട് ട്രെയിനിന്റെയും ആകെ ലെങ്ത് ആണ് അവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ സ്പീഡ്, ആ സ്പീഡിന് വേറൊരു പേരിട്ട് വിളിക്കാറുണ്ട്, റിലേറ്റീവ് സ്പീഡ്. എന്ന് വെച്ചാൽ ഒന്നാമത്തെ ട്രെയിനിലിരുന്ന് രണ്ടാമത്തെ ട്രെയിനിനെ റിലേറ്റ് ചെയ്ത് നോക്കുന്നു, അതിനെ അപേക്ഷിച്ചിട്ടാണ് അവിടെ സ്പീഡ് വരുന്നത്, റിലേറ്റീവ് സ്പീഡ്. അത് ഡിഫറൻസ് ബിറ്റ്വീൻ ദി സ്പീഡ് ഓഫ് ടു ട്രെയിൻസ്. അതെ, സ്പീഡ് കൂടിയതിൽ നിന്ന് സ്പീഡ് കുറഞ്ഞത് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് റിലേറ്റീവ് സ്പീഡ്. ഏത് കേസിലായിരിക്കും? ഇഫ് ടു ട്രെയിൻസ് ആർ ഇൻ സെയിം ഡയറക്ഷൻ, ഒരേ ഡയറക്ഷനിലും രണ്ട് ട്രെയിൻ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും വരിക. അപ്പൊ അത് മാറിപ്പോകാൻ പാടില്ല. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് സം ഓഫ് സ്പീഡ് ഓഫ് ടു ട്രെയിൻസ് ആണ് വരിക. ഒരേ ഡയറക്ഷനിലാവുമ്പോൾ അവിടെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് രണ്ടിന്റെയും ഡിഫറൻസ് ആണ്. ടൈം എന്ന് പറയുന്നത് ടൈം ടേക്കൻ ടു കവർ ദി ട്രെയിൻസ് ഈച്ച് അതർ. രണ്ട് ട്രെയിനും പരസ്പരം കവർ ചെയ്യാൻ എടുക്കുന്ന ഒരു ടൈം. ഒരേ ഡയറക്ഷനിലാണെങ്കിൽ പോലും ഒരു ട്രെയിൻ മറ്റൊരു ട്രെയിനിനെ കവർ ചെയ്യാൻ എടുക്കുന്ന ഒരു ടൈം, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? അവിടെ ടൈം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു മൂന്ന് ഐഡിയ ഓർത്ത് വെക്കുക. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് രണ്ട് ട്രെയിനിന്റെയും ടോട്ടൽ ലെങ്ത് ആണ്. റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ടു സ്പീഡ് ഓഫ് ടു ട്രെയിൻസ് ആണ്. അതുപോലെ തന്നെ ടൈം എന്ന് പറയുന്നത് രണ്ട് ട്രെയിനും പാസ് ചെയ്യാൻ ഒരു ട്രെയിൻ മറ്റൊരു ട്രെയിനിനെ പാസ് ചെയ്യാൻ എടുക്കുന്ന ടൈം. ഓക്കെ ആണല്ലോ? ഇതിന്റെ തന്നെ മറ്റൊരു കണ്ടീഷൻ, ദാറ്റ് മീൻസ് ഇഫ് ടു ട്രെയിൻസ് പാസസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഒരു ട്രെയിൻ ഇങ്ങോട്ട് പോകുന്നു, ഒരു ട്രെയിൻ ഇങ്ങോട്ട് പോകുന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെയും ലെങ്ത് ഓഫ് ടു ട്രെയിൻസ് തന്നെയാണ്. റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് സം ഓഫ് സ്പീഡ് ഓഫ് ടു ട്രെയിൻസ് ആണ്. രണ്ട് ട്രെയിനിന്റെയും സ്പീഡിന്റെ സം ആണ്. ടൈം എന്ന് പറയുന്നത് ടൈം ടേക്കൻ ടു കവർ ദി ട്രെയിൻസ് ഈച്ച് അതർ. ഓക്കെ, ഇതാണ്
ശ്രദ്ധിക്കേണ്ട കാര്യം ട്രെയിനിന്റെ പ്രോബ്ലത്തിൽ ഈ 3 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത് തന്നെയാണ് നമ്മളെ തിരിച്ചും മറിച്ചും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? നമുക്കിനി പ്രോബ്ലത്തിലേക്ക് പോകാം. എന്താണ് ചോദിക്കുന്നതെന്ന് നോക്കാം. യെസ്, അതിന്റെ കൂടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, സ്പീഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആണ്. ആൻഡ് ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ആൻഡ് ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ആണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും, ജസ്റ്റ് ഒരു ട്രയാങ്കിൾ ഒന്ന് മൈൻഡിൽ വിചാരിക്കുക. യെസ്, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ മൈൻഡിൽ വിചാരിക്കുക. അതിൽ താഴെ ആര് വരും? സ്പീഡ് വരും. ഇവിടെ ആര് വരും? ഡിസ്റ്റൻസ് വരും. ഇവിടെ ആര് വരും? ടൈം വരും. ഓക്കെ, അപ്പൊ ഏതോ ഒന്നും ഇപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് ആണ് കാണണ്ടെങ്കിൽ ഡിസ്റ്റൻസ് മറച്ചു പിടിച്ചാൽ ബാക്കി എന്തൊരു സ്പീഡ് ഇൻറ്റു ടൈം വരും. സ്പീഡ് ആണ് കാണണ്ടെങ്കിൽ സ്പീഡ് മറച്ചു പിടിച്ചാൽ ബാക്കി എന്തോരും? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം വരും. ടൈം ആണ് കാണണ്ടെങ്കിൽ ടൈം മറച്ചു പിടിച്ചാൽ എന്തോരും? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് വരും. അപ്പൊ ഈ ട്രയാങ്കിൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക. യെസ്, പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമുക്ക് ചിലപ്പോൾ സ്പീഡ് തരുന്നത് കിലോമീറ്റർ പെർ അവറിലായിരിക്കും. അപ്പൊ അതിന് എന്ത് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് അവിടെ ഡിസ്റ്റൻസ് തരുന്നത്, ട്രെയിനിന്റെ ലെങ്ത് തരുന്നത് 150 മീറ്റർ അല്ലെങ്കിൽ 200 മീറ്റർ അങ്ങനെയൊക്കെ ആയിരിക്കും. ട്രെയിനിന്റെ സ്പീഡ് തരുന്നത് 60 കിലോമീറ്റർ പെർ അവർ അല്ലെങ്കിൽ 90 കിലോമീറ്റർ പെർ അവർ അങ്ങനെയായിരിക്കും സ്പീഡ് വരിക. അപ്പൊ 1 കിലോമീറ്റർ പെർ അവറിലും ഡിസ്റ്റൻസ് തന്നത് മീറ്ററിൽ ആകുമ്പോൾ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഒരേ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു 5/18 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നേരെ തിരിച്ചും 1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് 18/5 കിലോമീറ്റർ പെർ അവർ ആണ്. ഈ 2 കാര്യങ്ങളും ഓർത്ത് വെക്കുക. അപ്പൊ ഇത്രയും നോട്ട്, ഇപ്പൊ പറഞ്ഞ ഇത്രയും നോട്ട് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, പ്രോബ്ലം നോക്കാം. എന്താണ് പ്രോബ്ലം? യെസ്, ക്വസ്റ്റ്യൻ ഇതാണ്. A train running at a speed of 60 km per hour crosses a pole in 9 seconds. What is the length of the train? Okay, എന്തൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ? നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്? സ്പീഡ് തന്നിട്ടുണ്ട്. എത്രയാ തന്നിട്ടുള്ളത്? 60 കിലോമീറ്റർ പെർ അവർ അല്ലെ? എങ്ങനെയാണ് യൂണിറ്റ് തന്നിട്ടുള്ളത്? 60 കിലോമീറ്റർ പെർ അവർ. ഇതാണ് യൂണിറ്റ് തന്നിട്ടുള്ളത്. സ്പീഡ് ഓക്കെ. പിന്നെന്ത് തന്നിട്ടുണ്ട്? ടൈം തന്നിട്ടുണ്ട്. ടൈം എത്രയാണ്? 9 സെക്കൻഡ്സ്. ഓക്കെ, എന്താ കണ്ടുപിടിക്കേണ്ടത്? ലെങ്ത് ഓഫ് ദി ട്രെയിൻ എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ട്രയാങ്കിളിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്പീഡ് ഇൻറ്റു, ഓക്കെ, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം. ഓക്കെ അല്ലെ? ഡിസ്റ്റൻസിനെ നമ്മൾ കവർ ചെയ്ത് വരുമ്പോൾ സ്പീഡ് ഇൻറ്റു ടൈം എന്നാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിനു മുമ്പ് സ്പീഡ് ഇവിടെ നമുക്ക് തന്നത് കിലോമീറ്റർ പെർ അവറിലും ടൈം ഇവിടെ തന്നത് സെക്കൻഡിലുമാണ്. അപ്പൊ ഈ സ്പീഡിനെ ചേഞ്ച് ചെയ്യണ്ടേ? സ്പീഡിനെ ചേഞ്ച് ചെയ്യണം. എന്തായിരിക്കും? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സ്പീഡ് ഈക്വൽ ടു 60 ഇൻറ്റു 5/18. ഓക്കെ, ഇതിൽ 6 10 ടൈംസ് പോകുന്നുണ്ട്. ഇതിൽ 6 എത്ര പ്രാവശ്യം പോകുന്നുണ്ട്? 3 ടൈംസ് പോകുന്നുണ്ട്. സോ ദി റിസൾട്ട് 50 ഡിവൈഡ് ബൈ 3. ഡിവൈഡ് ചെയ്യേണ്ട, തൽക്കാലം അങ്ങനെ വെക്കട്ടെ. അപ്പം ഡിസ്റ്റൻസ് ഈക്വൽ ടു വി നോ ദാറ്റ് സ്പീഡ് ഇൻറ്റു ടൈം. ഓക്കെ, സ്പീഡ് ഇവിടെ എത്രയാണ് വരുന്നത്? 50 ഡിവൈഡഡ് ബൈ 3 ആണ് വരുന്നത്. ടൈം എത്രയാണ് വരുന്നത്? 9 സെക്കൻഡ് ആണ്. 3 9ൽ എത്ര പ്രാവശ്യം പോകുന്നുണ്ട്? 3 ടൈംസ് പോകുന്നുണ്ട്. സോ ദി ആൻസർ 150. 150 മീറ്റർ ആണോ കിലോമീറ്റർ ആണോ? മീറ്റർ ആണ് അല്ലെ? നമ്മൾ കിലോമീറ്റർ പെർ അവറിനെ എന്തിലേക്ക് മാറ്റിയിട്ടുണ്ട്? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡിസ്റ്റൻസ് കിട്ടുന്നത് എത്രയായിരിക്കും? 150 മീറ്റർ. ഓക്കെ, യെസ്, 150 meter. Here it is asked the length of the bridge and which a train 130 meters long and traveling at 45 km per hour can cross in 30 seconds is. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ദി ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജ് ഈസ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഒരു കോമ ഇട്ടിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? വിച്ച് എ ട്രെയിൻ 130 meters long and traveling at a 45 km per hour can process in 30 seconds ഈസ്. ഓക്കെ, ഇപ്പൊ അണ്ടർലൈൻ ചെയ്ത് മാത്രം ഒന്ന് വായിച്ചാൽ എന്തായി? ക്വസ്റ്റൻ ആയി. ദി ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജ് ഈസ്. അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് 3 കാര്യങ്ങൾ അറിയേണ്ടത്: ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം. ഓക്കെ, ഡിസ്റ്റൻസ് ആദ്യം നോക്കാം. ഡിസ്റ്റൻസ്, ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജ് നമുക്കറിയില്ല. അതിനെന്ത് വിളിച്ചു? ബി എന്ന് വിളിച്ചു.
അറിയാത്തതുകൊണ്ടാണ് അതിനെ ബി എന്നോ അല്ലെങ്കിൽ എക്സ് എന്നുള്ള ഒരു വേരിയബിൾ ഉപയോഗിച്ച് വിളിച്ചു. യെസ്, ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജ് പ്ലസ് ലെങ്ത് ഓഫ് ദി ട്രെയിൻ, ഇതാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് എത്രയാ വരിക? ബി പ്ലസ് 130 ആണ് വരിക. ഓക്കെ, പിന്നെ എന്ത് തന്നിട്ടുണ്ട്? സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് എത്രയാ? 45 km/h. അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണ്ടേ? മാറ്റണം. ഇൻറ്റു 5/18 m/s. രണ്ടിലും കോമൺ ആയിട്ട് ആരെങ്കിലും പോവോ? പോവും. 18-ൽ 9 2 ടൈംസ് പോകുന്നുണ്ട്, 45-ൽ 9 5 ടൈംസ് പോകുന്നുണ്ട്. സോ ദി ആൻസർ 25/2 അല്ലെ? 25/2 ഇതാണ് സ്പീഡ് ആയിട്ട് വരിക. ഇനി വേറെന്ത് തന്നിട്ടുണ്ട്? ടൈം തന്നിട്ടുണ്ട്. ടൈം എത്രയാ തന്നിട്ടുള്ളത്? 30 seconds. അപ്പം ഡിസ്റ്റൻസ് ഓക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. സ്പീഡ് 25/2, ടൈം ഈക്വൽ ടു 30. നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താ? ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഓക്കെ, സ്പീഡിന് പകരം 25/2 കൊടുക്കാം, ഡിസ്റ്റൻസിന് പകരം ബി പ്ലസ് 130 കൊടുക്കാം അല്ലെ? യെസ്, ഡിസ്റ്റൻസിന് പകരം ബി പ്ലസ് 130 കൊടുക്കാം. സ്പീഡിന് പകരം 25/2 കൊടുക്കാം. അതുപോലെ തന്നെ ടൈമിന് പകരം 30 കൊടുക്കാം. 30-ൽ എത്ര പ്രാവശ്യം പോകുന്നുണ്ട്? 15 ടൈംസ് പോകുന്നുണ്ട് അല്ലെ? 30-ൽ എത്ര പ്രാവശ്യം പോകുന്നുണ്ട്? 15 ടൈംസ് പോകുന്നുണ്ട്. യെസ്, ഇനി എന്ത് ചെയ്യണം? 25 × 15. 25 × 15 എത്രയാ വരിക? 375. നമ്മൾ ഇന്നലെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് പറഞ്ഞു. എങ്ങനെയാ? 25 × 15. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഖ്യയാണ് എങ്കിൽ പോലും ജസ്റ്റ് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഒന്ന് പറയുന്നതാണ്. 25 × 15 എന്ത് ചെയ്യും? നമ്മൾ ആദ്യം 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 5 × 5 എത്ര വന്നു? 25. റിമൈൻഡർ 2 വന്നു. അടുത്തത് 5 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും, 2 കൊണ്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യും. 5 × 1 5, 2 × 5 10, 10 + 5 15, + 2 7, റിമൈൻഡർ 1. അടുത്തത് 2 × 1 2 + 1 375. And B equal to 375 minus 130, which is equal to 245 meter. അല്ലേ? യെസ്, ചോയ്സിലുണ്ട് 245 meter. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഡിസ്റ്റൻസ് നമ്മൾ എഴുതി വെച്ചു ബി പ്ലസ് 130. ബി എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജ് ആണ്. വേറെ ഏത് വേരിയബിൾ ഉപയോഗിച്ചും പറയാം. സ്പീഡ് അതിനെ കൺവേർട്ട് ചെയ്യണം മീറ്റർ പെർ സെക്കൻഡിലേക്ക്. 25/2 കിട്ടി. ടൈം, ദെൻ ഇക്വേഷൻ ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സോ ഡിസ്റ്റൻസിന്റെ വാല്യൂ കൊടുത്തു, സ്പീഡിന്റെ വാല്യൂ കൊടുത്തു, ടൈമിന്റെ വാല്യൂ കൊടുത്തു. ഓക്കെ, ഇതിൽ നിന്ന് 375 കിട്ടി. ദെൻ ബി ഈക്വൽ ടു 375 minus 130, 245. That's answer. Okay, yes, question. A train 125 meter passes a man running at 5 km/h in the same direction in which the train is going in 10 seconds. The speed of the train is dash. Okay, എന്താ പറഞ്ഞത്? ട്രെയിനിന്റെ ലെങ്ത് പറഞ്ഞിട്ടുണ്ട് 125 meter. ആരെയാണ് പാസ് ചെയ്യുന്നത്? ഒരു മാനെയാണ് പാസ് ചെയ്യുന്നത്. ആൻഡ് ഹി ഈസ് റണ്ണിങ് 5 km/h in the same direction in which the train is going. ട്രെയിൻ പോകുന്ന അതേ ഡയറക്ഷനിൽ ഇയാൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ രണ്ടും ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്ന ഒരു സാധനം അവിടെ കയറി വരും അല്ലെ? യെസ്. പിന്നെ എന്താ പറഞ്ഞിട്ടുണ്ട്? ടൈം തന്നിട്ടുണ്ട് ഇൻ 10 seconds. 10 സെക്കൻഡിൽ ട്രെയിൻ അയാളെ കടന്നുപോയി. Then we have to find the speed of the train. യെസ്, നോക്കാം നമുക്ക് എന്തൊക്കെ തന്നെന്നുള്ള കാര്യം ആദ്യം ഒന്ന് എഴുതി നോക്കാം. എന്തൊക്കെയാണ് ആദ്യം എഴുതേണ്ടത്? ഡിസ്റ്റൻസ് നമുക്ക് എഴുതണം അല്ലെ? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു പേഴ്സണെ ആണ് കവർ ചെയ്യുന്നത്. ഒരു പോളിനെ കവർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പേഴ്സണെ കവർ ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി ട്രെയിൻ ആയിരിക്കും. ആൻഡ് ഹിയർ ഡിസ്റ്റൻസ് ഈക്വൽ ടു 125 meter. 125 meter ഡിസ്റ്റൻസ്. ഓക്കെ, പിന്നെന്താ തന്നുള്ളത്? റിലേറ്റീവ് സ്പീഡ്. സ്പീഡ് എന്ന് പറയുന്ന സാധനം തന്നിട്ടുണ്ട്. തന്നതെന്ന് പറഞ്ഞാൽ പകുതി തന്നിട്ടുണ്ട്. ട്രെയിനിന്റെ സ്പീഡ് നമുക്കറിയില്ല, അതിനെ നമുക്ക് എസ് എന്ന് വിളിച്ചു. പക്ഷെ വ്യക്തിയുടെ സ്പീഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? 5 km. രണ്ടും ഒരേ ഡയറക്ഷനിലാവുമ്പോൾ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീഡ് ഓഫ് 2 objects. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? ടൈം തന്നിട്ടുണ്ട്. കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം തന്നിട്ടുണ്ട്. എത്രയാണ്? 10 seconds. അപ്പൊ അവിടെയും ശ്രദ്ധിക്കുക 10 seconds. ഇവിടെ ഈ 5 തന്നത് എന്താണ്? km/h. അപ്പൊ അതിന് എന്ത് ചെയ്യേണ്ടി വരും? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റേണ്ടി വരും. എങ്ങനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം? ഇൻറ്റു 5/18. അപ്പം ഇത് രണ്ടും ഏതിലായിരിക്കും? km/h. അതിനെന്ത് ചെയ്തു? നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റി.
ഇത് ശ്രദ്ധിക്കണം കേട്ടോ, ഇത് മാറ്റാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ കൺഫ്യൂഷൻ ആയി പോകും. ഓക്കെ, ഇനി ഇക്വേഷനിൽ കൊടുക്കാം ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടു ടൈം. സ്പീഡ് ഇൻ ടു ടൈം. ഓക്കെ, ഡിസ്റ്റൻസ് എത്രയാണ്? 125. ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടു ടൈം. സ്പീഡ് എത്രയാണ്? യെസ്, -5 5/18 ഇൻറ്റു ടൈം എത്ര വരിക? 10. ഓക്കെ, ക്യാൻസൽ ആയി പോകുന്ന ആരൊക്കെ ഉണ്ട് നോക്കാം നമുക്ക്. 5 125 25 ടൈംസ് പോകുന്നുണ്ട്. 18 2 9 ടൈംസ്, ഇതില് 5 ടൈംസ്. 5 വീണ്ടും വരുന്നുണ്ട്, ഇതില് 5 ടൈംസ് പോകുന്നുണ്ട്. ഡിനോമിനേറ്ററിൽ ഒരു 9 വരുന്നുണ്ട്, അത് LHSലേക്ക് പോകുമ്പോൾ എന്താവും? ന്യൂമറേറ്ററിലേക്ക് വരും. ദെൻ 45 ഈക്വൽ ടു S -5. അപ്പൊ S എത്രയായിരിക്കും? S ഈക്വൽ ടു 45 പ്ലസ് 5 അല്ലെ? S ഈക്വൽ ടു 45 പ്ലസ് 5 വിച്ച് ഇസ് ഈക്വൽ ടു 50. 50 എന്താ വരിക? കിലോമീറ്റർ പെർ അവർ ആണോ മീറ്റർ പെർ സെക്കൻഡ് ആണോ? നമ്മൾ പറഞ്ഞു ബ്രാക്കറ്റിന്റെ ഉള്ളിലൊക്കെ എന്താണ്? കിലോമീറ്റർ പെർ അവറിലുള്ളതാണ് അല്ലെ? ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലെ ഈ രണ്ട് സാധനവും കിലോമീറ്റർ പെർ അവറിലാണ്. സോ ദി ആൻസർ 50 കിലോമീറ്റർ പെർ അവർ. യെസ്. അപ്പൊ ഇതിന്റെ കൂടുതൽ പ്രോബ്ലംസ് മോക്ക് ടെസ്റ്റിൽ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ആക്കുക. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോസിൽ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.